നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞും കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും ശയനപ്രദക്ഷിണവും പാട്ടകുലുക്കി ഭിക്ഷയച്ചും സമരം നടത്തിയ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നതോടെ കണ്ണീരോടെ വീടുകളിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. 2 ആഴ്ച സഹന സമരം നടത്തിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ രാജ്യത്തെ ഏറ്റവും അധികം PSC നിയമനങ്ങൾ നൽകിയത് കേരളമാണെന്ന് ഭരണ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്ന ലഘുലേഖയാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. LDF സർക്കാരിന്റെ 9 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതാണ് ലഘുലേഖ. നാളെ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് ലഘുലേഖ പുറത്തിറക്കിയത്. ഭരണത്തിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2 പേജുള്ള ലഘുലേഖയ്ക്ക് പുറമെ 108 പേജുള്ള വിശദമായ വിവരണങ്ങളുമായ ഒരു ബുക്ക്ലെറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ആകെ PSC നിയമനങ്ങളിൽ 66% കേരളത്തിലാണ് നടക്കുന്നതെന്ന് ലഘുലേഖയിൽ അവകാശപ്പെടുന്നു. ഇതുവരെ 1 ലക്ഷത്തിലേറെ നിയമന ശുപാർശകൾ നൽകി. 10,000-ലേറെ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. നോർക്ക, എല്ലാവർക്കും ഭൂമി, സേവനങ്ങൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാമാണ് ലഘുലേഖയിൽ അക്കമിട്ട് നിരത്തുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് PRD ഇത് പുറത്തിറക്കിയത്. 108 പേജുള്ള ബുക്ക്ലെറ്റിൽ സർക്കാരിന്റെ വികസന നേട്ടമായി എടുത്തു കാണിക്കുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. വ്യവസായ സൗഹൃദത്തിനായി സ്വീകരിച്ച നടപടികൾ, ദേശീയ ശ്രദ്ധ നേടിയ സംരംഭകത്വ വർഷം, സുസ്ഥിര വികസനത്തിൽ 1ാമത് തുടങ്ങി കഴിഞ്ഞ 9 വർഷങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളാണ് ബുക്ക്ലെറ്റിൽ വിശദീകരിക്കുന്നത്. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്നും ലഘുലേഖയിൽ പറയുന്നുണ്ട്. വേഗമേറുന്ന ദേശീയപാത വികസനം, പരാതികളില്ലാതെ ശബരിമല തീർത്ഥാടനം എന്നിവ ലഘുലേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ മന്ത്രിമാരുടെയും ചിത്രങ്ങൾ വെച്ചാണ് ലഘുലേഖ. 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പ്രമുഖരുമായി ആശയവിനിമയം നടത്തും. ആഘോഷിക്കാനൊന്നുമില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ഭരണനേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ലഘുലേഖ. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷിലും ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രദർശന വിപണന മേളകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഘുലേഖകളുടെ ആമുഖത്തിൽ പറഞ്ഞു. ഒറ്റക്കെട്ടായി നവകേരളത്തിനായി മുന്നേറാമെന്നും 4ാം വാർഷികം ഒന്നിച്ച് ആഘോഷിക്കാമെന്നും മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിലും ഇതിനോടകം കുറിപ്പെഴുതിയിട്ടുണ്ട്. അതേസമയം 100 കോടിയിലേറെ രൂപ ചെലവിട്ടുകൊണ്ടാണ് വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 9ാം വർഷത്തിലാണ് ഇടതുമുന്നണി. ഈ പശ്ചാത്തലത്തിൽ തന്നെ പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്ന പ്രചരണ പരിപാടികളാണ് നിലവിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും അതെല്ലാം തള്ളിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കഴിഞ്ഞ വർഷം ആഘോഷം ഒഴിവാക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി വീണ്ടും വിപുലമായ ആഘോഷത്തിലേക്ക് കടക്കുന്നത്. നാളെ കാസർഗോഡ് ആരംഭിച്ച് മെയ് 23-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന തരത്തിലാണ് പരിപാടി. എല്ലാ ജില്ലയിലും എൻ്റെ കേരളം എന്ന പേരിൽ 7 ദിവസത്തെ പ്രദർശന വിപണന മേളകളും സംഘടിപ്പിക്കുന്നുണ്ട്.